മെയ് 7-ാം തീയതി ആയിരിക്കും കോൺക്ലേവ് നടക്കുക എന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാർഡിനൽസിൻ്റെ സുപ്രധാനമായിട്ടുള്ള മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഒടുവിലാണ് മെയ് 7-ാം തീയതി ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള അതിനിർണായകമായിട്ടുള്ള കോൺക്ലേവ് മെയ് 7-ാം തീയതി നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം ഏകദേശം 5ഓളം ജനറൽ മീറ്റിംഗ് കാർഡിനൽസ് കൂടുകയുണ്ടായി. ആ 5ാമത്തെ ജനറൽ മീറ്റിങ്ങിലാണ് ഈ കോൺക്ലേവിനെ സംബന്ധിച്ച വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 മെയ് മാസം 7-ാം തീയതി ആയിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത്തെ തലവനെ തിരഞ്ഞെടുക്കുവാനുള്ള അതിസുപ്രധാനമായിട്ടുള്ള കോൺക്ലേവ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കാൻ പോകുന്നത് എന്ന അതിസുപ്രധാനമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 9 ദിവസത്തെ ആ ഒരു പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനകളുടെ അവസാനമായിരിക്കും ഈ കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലായിരിക്കും കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം വോട്ടവകാശമുള്ള കാർഡിനൽസ് ആയിരിക്കും ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 80 വയസ്സ് താഴെയുള്ള കാർഡിനൽസ് ആയിരിക്കും കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം പ്രാർത്ഥനയുടെ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ആഗോള കത്തോലിക്ക സഭ കടന്നു പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ വത്തിക്കാൻ സിനഡ് ഹാളിൽ നടന്ന 5ാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ ഇന്ന് രാവിലെയോടുകൂടി വിസിറ്റേഴ്സിനായിട്ട് അല്ലെങ്കിൽ വിശ്വാസികൾക്കായിട്ട് അടച്ചിരുന്നു. അപ്പോൾ ഒരു പ്രീ കോൺക്ലേവ് ഒരുക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനെ കൃത്യമായിട്ടും സാധൂകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഇന്ന് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നു. മെയ് 7-ാം തീയതിയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആര് ആഗോള കത്തോലിക്ക സഭയെ നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാനായി മെയ് 7-ാം തീയതി കാർഡിനൽസ് തീർച്ചയായിട്ടും അവിടെ സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവ് കൂടി അവിടെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നത്. കോൺക്ലേവ് തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന യൂക്കറിസ്റ്റിക് സെലിബ്രേഷനോടുകൂടി തന്നെയാണ് അത് ആരംഭിക്കുന്നത്. അതിൽ പങ്കാളിത്തം വഹിക്കുന്നത് കാർഡിനൽ എലക്ടേഴ്സ് ആയിരിക്കും. അതിനുശേഷം അന്നേ ദിനം ഉച്ച കഴിഞ്ഞ് കാർഡിനൽ എലക്ടേഴ്സ് ഒരു പ്രദക്ഷിണമായിട്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നീങ്ങും. അവിടെ വെച്ചായിരിക്കും ഈ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് തീർച്ചയായിട്ടും ആരംഭിക്കുന്നത്. ഈ ഒരു പ്രദക്ഷിണത്തിന് ശേഷം, അതായത് ഈ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ഇവർ നടത്തുന്ന ആ ഒരു പ്രദക്ഷിണത്തിന് ശേഷം കാർഡിനൽ എലക്ടേഴ്സ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഓത്ത്, അത് നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ ഒരു പാരമ്പര്യം തന്നെയാണ്. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഓത്താണ് അവർ എടുക്കാൻ പോകുന്നത്, ഒരു പ്രതിജ്ഞയാണ് അവർ എടുക്കാൻ പോകുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളിൽ ഒരു അബ്സല്യൂട്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും എന്ന ഒരു കാര്യം തന്നെയാണ് അവർ ആ ഒരു പ്രതിജ്ഞയിൽ എടുക്കുന്നത്. ഒപ്പം തന്നെ എക്സ്റ്റേണൽ ായിട്ടുള്ള യാതൊരു ഇൻ്റർഫറൻസും ഈ ഇലക്ഷനിൽ ഉണ്ടാകില്ല എന്ന ഒരു പ്രതിജ്ഞ അവർ എടുക്കും. ആ ഒരു നിമിഷം മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ ഒരു അനൗൺസ്മെൻറ്റ് നടത്തും. അതായത് കോൺക്ലേവിൻ്റെ ഭാഗമല്ലാത്തത്, അതായത് ഈ വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്ത കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പുറത്തു പോവുക, എക്സ്ട്രാ ഒമിനീസ് എന്നാണ് അതിന് പറയുന്നത്. മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ പ്രോക്ലെയിംസ് എക്സ്ട്രാ ഒമിനീസ്, അതായത് കാർഡിനൽ എലക്ടേഴ്സ് അല്ലാത്തവർ, അതായത് 80 വയസ്സിന് മുകളിലുള്ളവർ, അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഇല്ലാത്തവർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പുറത്തു പോവുക എന്ന ഒരു പ്രൊക്ലമേഷൻ മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ എടുക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ധ്യാന ചിന്തകൾ, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ധ്യാന ചിന്തകൾ അവിടെ പങ്കുവയ്ക്കപ്പെടും. തീർച്ചയായിട്ടും ഈ കോൺക്ലേവിൽ ഓരോ കാർഡിനൽസും വഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ദൗത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ധ്യാനാത്മകമായിട്ടുള്ള ഒരു ചിന്തയിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. അതിനുശേഷം ഈ മെഡിറ്റേഷൻസ് കഴിഞ്ഞതിന് ശേഷം എക്ലിയാസിസ്റ്റിക് ആൻഡ് മാസ്റ്റർ ഓഫ് പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് അവർ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തു പോകും. അതിനുശേഷം അവർ ഒരു കാർഡിനൽ എലക്ടേഴ്സ് പ്രത്യേക ഒരു പ്രാർത്ഥന നടത്തും. അത്തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കോൺക്ലേവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ആദ്യ ഘട്ടം മുന്നോട്ട് പോവുക എന്നാണ് വത്തിക്കാനിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ പ്രകാരം നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ, കാരണം ഈ വോട്ടെടുപ്പിന് മേൽനോട്ടം വഹിക്കണം, ഒപ്പം തന്നെ രോഗികളായിട്ടുള്ള കാർഡിനൽസിൻ്റെ ആ ഒരു ബാലറ്റ് മേടിക്കുക, അങ്ങനെ അനവധി ഉത്തരവാദിത്തമാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ ഒരു പാരമ്പര്യം തന്നെയാണ്, ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ്. നൂറ്റാണ്ടുകൾ
നൂറ്റാണ്ടുകളായി സഭ പിന്തുടരുന്ന പാരമ്പര്യം, ആ ഒരു പ്രൊസീജിയറിൽ സഭ പുലർത്തുന്ന ആ ഒരു രഹസ്യാത്മക സ്വഭാവം, അതൊക്കെ തീർച്ചയായിട്ടും ഈ കോൺക്ലേവിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിന് ഓരോ കാർഡിനൽസിനും കൃത്യമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇതിന് ഓരോ പ്രൊസീജിയേഴ്സിനും നേതൃത്വം ഏറ്റെടുക്കുക. നമുക്കറിയാം, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ബാലറ്റ് കത്തിക്കുന്നത്, ആ ഒരു പ്രൊസീജിയർ, അതിനൊക്കെ ഓരോ കാർഡിനൽസിനും പ്രത്യേകം ഒരു ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നൽകാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള സുപ്രധാനമായിട്ടുള്ള കോൺക്ലേവ് 2025 മെയ് മാസം 7-ാം തീയതി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് നടക്കും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ സാധിക്കുന്നത്.